ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മൾ ഈ ഫോറക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് അനലൈസിങ് പോലെ, അതായത് എൻ്റെ വ്യൂ എന്താണ്, ഈ വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്, ഒരു മാർക്കറ്റ് നോളേജ് വെച്ചിട്ട് എന്തൊക്കെ സംഭവിക്കാം, എവിടെ എൻട്രി എടുക്കാം, എവിടെ നമുക്ക് സെല് ചെയ്യാം, എവിടെ ബൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ പോലെ ഡെയിലി വീഡിയോ ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തുടങ്ങിയ പുതിയൊരു ചാനലാണ്. സോ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. നമുക്ക് കോഴ്സോ അങ്ങനെയൊന്നുമില്ല, ഓക്കെ, പെയ്ഡ് കോഴ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, ടെലഗ്രാം ചാനൽ ഫ്രീ ആണ്. ഈ ഒരു വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും നമ്മുടെ ടെലഗ്രാമിലുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ നമ്മൾ ക്രിപ്റ്റോ, എയർ ഡ്രോപ്പ്, അതോടൊപ്പം ക്രിപ്റ്റോ സിഗ്നൽസ്, മാർക്കറ്റ് അപ്ഡേറ്റ്, ബിറ്റ് കോയിൻ, എതേറിയം, അങ്ങനെ എല്ലാ ക്രിപ്റ്റോ കോയിൻ്റെ അപ്ഡേറ്റ്സും കംപ്ലീറ്റ് ക്രിപ്റ്റോ മാർക്കറ്റിലുള്ള അപ്ഡേറ്റ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഫോറക്സ് മാർക്കറ്റിലെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാറുണ്ട്. അതോടൊപ്പം ഫ്രീ ഫണ്ട് അടക്കമുണ്ട്. നിങ്ങൾക്കറിയാം, ഫോറക്സ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ബ്രോക്കർ ചൂസ് ചെയ്ത് അതിൽ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇപ്പോൾ ബിഗിനറെ കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഫണ്ട് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കമ്പനികളുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ മന്ത്ലി ചില കമ്പനി മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനത്തെ ഓഫർക്ക് നമ്മൾ ആദ്യം ഷെയർ ചെയ്യുക ടെലഗ്രാമിലായിരിക്കും. യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ഒരു ഫണ്ട് അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം യൂട്യൂബ് സ്ട്രൈക്ക് വരും. ഓക്കെ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നിട്ട് നമ്മുടെ ചാനലൊക്കെ റിമൂവ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ടെലഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അപ്ഡേറ്റിനും കൂടുതൽ സിഗ്നൽസിനും മാർക്കറ്റ് അപ്ഡേറ്റിനും വേണ്ടി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സോ ചെക്ക് ചെയ്ത് നോക്കുക. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ആക്റ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ്, യൂറോ, GBP AUD, GBP JPY, അതോടൊപ്പം USD GBP AUD, USD CAD, ഈ DXY എന്ന് പറയുന്നത് ഡോളർ ഇൻഡെക്സ് ആണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ, അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അത് യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ പിന്നെ AUD JPY, NSD USD, യൂറോ GPY, അങ്ങനെ കുറച്ച് പേര് ഞാൻ ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ മെയിനായിട്ട് ട്രേഡ് ചെയ്യുന്ന ഗോൾഡ്, യൂറോ USD, GBP USD AUD, പിന്നെ USD JPY, ഈ പേഴ്സാണ് 4 പേരാണ് കൂടുതലായിട്ടും ട്രേഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് അനലൈസിങ് വേണമെങ്കിൽ, അതായത് പ്രീ മാർക്കറ്റ് അനലൈസിങ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാൻ വിചാരിക്കുന്നത് ഗോൾഡിൻ്റെയും ബിറ്റ് കോയിൻ്റെയും മാർക്കറ്റ് അനലൈസിങ് ആണ്. അതായത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ എവിടെ ബൈ ചെയ്യാം, എവിടെ സെല് ചെയ്യാം, എവിടെ വരെ ടാർഗറ്റ് വെക്കാം, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് പറയുന്നത് ഗോൾഡിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ട്രേഡർ ഒന്നല്ല, ജസ്റ്റ് നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് പോലെ ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ICT അല്ലെങ്കിൽ SMC എന്ന് പറയാം. ഈ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുമ്പോൾ. സോ ഞാൻ എടുക്കുന്ന റിസ്ക് റോഡ് വളരെ വലുതായിരിക്കും. മിനിമം ഒരു 1:5 മുതൽ 1:40 വരെയൊക്കെ ഞാൻ എടുക്കും. ഓക്കെ, ഒരു ട്രേഡിൽ. സോ റിസ്ക് കുറച്ചിട്ട് റിവാർഡ് കൂട്ടി എടുക്കുന്ന ഒരു സെറ്റപ്പിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം ഞാൻ ഈ വീഡിയോ കാണിക്കാം. സോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നാളെ മുതൽ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഗോൾഡ് മാർക്കറ്റിൽ പെർഫോം ചെയ്യും എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന കീ ലെവലും, എവിടെ നിന്ന് ബൈ ചെയ്യണം, എവിടെ നിന്ന് സെല് ചെയ്യണം, അതോടൊപ്പം എവിടെ വരെ ടാർഗറ്റ് വെക്കാം, ഇപ്പം ഒരു ബൈ കിട്ടുകയാണെങ്കിൽ എവിടെ നിന്ന് ബൈ ചെയ്യണം, ആ ബൈ ചെയ്താൽ എവിടെ ടാർഗറ്റ് വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. അപ്പോൾ ഇതാണ് ഗോൾഡിൻ്റെ ചാർട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് അനലൈസിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരും. സോ നിങ്ങൾ ക്ഷമിക്കുക. താഴെ നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ പേരാണ് നിങ്ങൾക്ക് ഇനി അനലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കംപ്ലീറ്റ്ലി ഇത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും പെയ്ഡോ അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും ഇനി പെയ്ഡ് ആക്കില്ല. ഫുൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ടൈം അനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം ഞാൻ ഡെയിലി എടുക്കുന്ന ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ കൂടെ ചെയ്യാൻ നോക്കാം യൂട്യൂബിൽ. അതോടൊപ്പം ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പേജിൻ്റെ. ഓക്കെ, അതിൽ വീഡിയോ നിലവിൽ ഇപ്പോൾ പോസ്റ്റ് ആക്കിയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ അതിലും നമ്മൾ ഷോർട്ട് വീഡിയോ പോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഗോൾഡിന് ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്ക് കാണാൻ പറ്റും ഗോൾഡ് ഇപ്പോൾ അപ് ട്രെൻഡാണ്. നമുക്കറിയാം, നിലവിൽ ഇപ്പോൾ ഗോൾഡ് ഈ വർഷം 2024 മുതൽ ഫുൾ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഗോൾഡ് ബൈ ചെയ്യുന്ന സെറ്റപ്പ് നോക്കുന്നതാണ്. ഓക്കെ, സോ ബൈ സെറ്റപ്പ് ഒരുപാട് കിട്ടും. സെൽ സെറ്റപ്പ് കുറച്ച് റിസ്ക് ആണ്. കാരണം മാർക്കറ്റ് സെല് ചെയ്യുമ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് പോകും. നിങ്ങൾ SL എടുത്തിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഏരിയ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് SL അടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു. അതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീക്ക്, എനിക്ക് 1-2 വീക്കായി തോന്നുന്നു. സോ ആ ഒരു ബൈ എടുത്തത്, ഞാൻ ബൈ നോക്കിയത് ഈ ഒരു ഡിമാൻഡിലായിരുന്നു. ഓക്കെ, കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഫോർവേഡ് ഡിമാൻഡ് കാണാൻ പറ്റും. ഇതാണ് ഡിമാൻഡ്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇവിടെ എന്തുകൊണ്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് ഫൈൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും, മാർക്കറ്റ് ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ഓക്കെ, സ്വീപ്പ് ചെയ്തു. ഒരു വിക്ക് മാത്രമേ ഉള്ളൂ, ബോഡി ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല.
സോ ഇങ്ങനെ സ്വീപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് താഴെ പോകും, അതായത് ഒരു എക്സ്ട്രീം ഡിമാൻഡ് വരെ പോകണം. ഓക്കെ, അതായത് ഇവിടെ നിന്നുള്ള പ്രോഫിറ്റൊക്കെ ഓൾറെഡി താഴെ നിന്ന് വാങ്ങിയ ആൾക്കാരൊക്കെ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴെ ഇറങ്ങും. ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യണം, താഴെ പോയിട്ട് കൂടുതൽ ലിക്വിഡിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ഒരു OB അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ട് തിരിച്ച് കയറണം. ഓക്കെ, അപ്പോൾ അതെനിക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു ലിക്വിഡിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുക 4 hour ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മാത്രമേ, അതായത് ഈ ഒരു ഏരിയ മാത്രമേ ലിക്വിഡിറ്റി ആയിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ എടുത്ത ഏരിയ എന്ന് പറയുന്നത്. അതെടുക്കാൻ കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റ് എപ്പോഴും മൂവ് എങ്ങനെയായിരിക്കും, ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം. സോ ഇപ്പോൾ അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെ പോകും, ഒരു എന്താ പറയുക പുൾ ബാക്ക് തരും, മുകളിലേക്ക് പോകും. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ ഒരു OB അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വർക്ക് ആവണമെങ്കിൽ ഇവിടെ ഇതേപോലെ ഒരു ലിക്വിഡിറ്റി വേണം, അതായത് ഇതേപോലെ ഒരു ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് താഴെയുള്ള ഡിമാൻഡിൽ വർക്ക് ചെയ്ത് കയറി പോകുള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിലൂടെ ലിക്വിഡിറ്റി വേറെ ഒന്നുമില്ല, ഇത് സ്ട്രെയിറ്റ് ഒരു കംപ്ലീറ്റ്ലി ഒരു കൗണ്ടർ ട്രെൻഡ് പോലെയാണ്, ഡയറക്റ്റ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡിറ്റി മൊത്തത്തിൽ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി എക്സ്ട്രീം വരെ എടുത്തിട്ടാണ് ടോപ്പിലേക്ക് റിയാക്ട് ചെയ്തത്. ഓക്കെ, അപ്പം പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ലിക്വിഡിറ്റി ഏരിയ ആണ്, ഈ ഒരു ലോ. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഇത് മൊത്തം ലിക്വിഡിറ്റിയാണ്. ഓക്കെ, ഫുൾ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലോ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഇവിടെ മാർക്കറ്റ് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് സെല്ല് കിട്ടി വെച്ചാൽ സെല്ല് കിട്ടി, പക്ഷേ ഇവിടെ വരെ ഞാൻ ടാർഗറ്റ് വെച്ചില്ല. കാരണം സെല്ല് എടുത്തത് ഓരോ സ്ഥലത്തു നിന്ന് ഒരു 1:4 ക്ലോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ മാർക്കറ്റിൽ ഡയറക്റ്റ് എൻട്രിയാണ് ഞാൻ പോയത്, ഈ ഒരു ഏരിയയിൽ ഡയറക്റ്റ് എൻട്രിയാണ് പോയത്. ഓക്കെ, സോ അപ്പോൾ ആ ഡയറക്റ്റ് എൻട്രി എടുത്ത് ഞാൻ 50 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. സോ 50 മിനിറ്റ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 30 മിനിറ്റ് എടുക്കാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കറക്റ്റ് ഒരു OB ഉണ്ട് ഇവിടെ. ഓക്കെ, സോ കറക്റ്റ് ഒരു OB ഉണ്ട്. സോ ഈ ഒരു OB ആണ് ഞാൻ എടുത്തത്. ഓക്കെ, സോ ഇതെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡയറക്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഓർഡർ ഡയറക്റ്റ് പ്ലേസ് ചെയ്തു. ഇതിൻ്റെ ടാർഗറ്റ് ഞാൻ വെച്ചത് ആക്ച്വലി ഉദ്ദേശിച്ച ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ബൈ ഇട്ടു, ഇവിടെ ബൈ എടുത്തതിന് ശേഷം ഞാൻ കറക്റ്റ് ബൈ വെക്കാം. ഇവിടെ ബൈ വെച്ചു. ഓക്കെ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയ ബൈ വെച്ചു. എന്നിട്ട് SL കുറച്ച് താഴേക്ക് കയറ്റി വെച്ചു. ഓക്കെ, കുറച്ച് താഴേക്ക് കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ടാർഗറ്റ് വെച്ചത് ഈ ഒരു ഹൈ ആയിരുന്നു വെക്കാൻ ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, സോ ഇത് വെക്കുമ്പോൾ ഏകദേശം എനിക്ക് 1:19 റിസ്ക് റോഡ് കിട്ടും. ഞാൻ ഇപ്പോൾ $10 റിസ്ക് വെക്കണം, $190 എനിക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, പകരം ഞാൻ ഈ ട്രേഡ് എന്ത് ചെയ്തു, ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതായത് ഏകദേശം ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു. ഏകദേശം 3 ട്രേഡ് ഞാൻ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയായിരുന്നു. ഓക്കെ, സോ ഇന്നിവിടെ കാണാൻ പറ്റും. ഒന്ന് ഈ ഒരു ലോ. ഓക്കെ, ഈ ഒരു ലോ മാർക്കറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ഡയറക്റ്റ് ബൈ എടുത്തായിരുന്നു. സോ ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, കാരണം ഞാൻ ആ ടൈമിൽ എടുത്ത എൻട്രിയാണ്. അപ്പോൾ ഇനി എൻട്രി എടുക്കുമ്പോൾ ഞാൻ എന്തായാലും ആ ഒരു എൻട്രിയുടെ ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീക്ക് ഈ ഒരു 4 hour OB എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു 4 hour OB. ഓക്കെ, സോ ഇവിടെ ഒരു 4 hour OB ഉണ്ട്. ഈ OB എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് എൻട്രി എടുത്തെന്നാണ് കാണിച്ചത്. ഓക്കെ, സോ ഇനി നമുക്ക് മാർക്കറ്റ് അവിടെയൊക്കെ റിയാക്ട് ചെയ്യും. ഇപ്പോൾ ബൈ ഓർ സെൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മറ്റേ മാർക്കറ്റ് പോകുന്നത് അപ് ട്രെൻഡ് ആണ്. അപ്പോൾ അപ് ട്രെൻഡ് പോകുന്ന മാർക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് ഒരു കൺഫർമേഷൻ ഇല്ലാതെ സെല് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സെല് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് സെൽ ഓപ്ഷൻ കിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു 1 hour ഒരു OB ഉണ്ട്. ഓക്കെ, സോ 1 hour ഒരു OB ഉണ്ട്. അപ്പോൾ ഈ OB എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റ് നിലവിൽ ഈ ഒരു ഹൈ ഇവിടുന്ന് സ്വീപ്പ് ചെയ്തു. ഓക്കെ, അതായത് ലിക്വിഡിറ്റി ഇവിടുന്ന് കളക്ട് ചെയ്തു. അതിനുശേഷം ആ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കി, മാർക്കറ്റ് താഴെ പോകുന്ന മനസ്സിലായി. ഓക്കെ, താഴെ പോവുകയാണെങ്കിലും വെറുതെ താഴേക്ക് പോകില്ല, താഴേക്ക് പോകാൻ റീസൺ വേണം. ആ റീസൺ എന്ന് പറയുന്നത് താഴെയുള്ള ഈ ഒരു ഡിമാൻഡിൽ ടാപ്പ് ആവാനാണ്. ഓക്കെ, ഈ ഡിമാൻഡ് എടുക്കാനാണ്. ഈ ഡിമാൻഡും അതോടൊപ്പം ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതായത് ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയ. ഓക്കെ, സോ ഇതാണ് എക്സ്ട്രീം ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ മാർക്കറ്റ് മുകളിലേക്ക് പോലെ ഫ്യൂൽ ആവുള്ളൂ. ഓക്കെ, സോ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വരും. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ബൈ തന്നെയായിരുന്നു. ഓക്കെ, കഴിഞ്ഞ മന്തിൽ ഫുൾ ബൈ തന്നെയായിരുന്നു. സോ ആ ബൈയിൽ ഫുൾ ഓഫ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് താഴെ വരണം, വന്ന് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് റിയാക്ഷൻ കിട്ടി മുകളിലേക്ക് പോയി. അപ്പോൾ ഈ മുകളിലേക്ക് കഴിഞ്ഞ് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടണം. ഓക്കെ, ആക്ച്വലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഡയറക്റ്റ് ഹൈ എടുക്കില്ല, പകരം കുറച്ചൊന്ന് സെൽ ഓപ്ഷനൊക്കെ തന്ന് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോകുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്കിനി അടുത്ത സെൽ ഓപ്ഷൻ കിട്ടുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ലോ ബ്രേക്ക് ചെയ്തു. അതിന് മുമ്പായിട്ട് ഇവിടെ ഉള്ളിൽ നമുക്ക് ഡിമാൻഡ് കാണാൻ പറ്റും. ഈ ഒരു ബ്ലാക്ക് മാർക്ക് ചെയ്ത ഡിമാൻഡാണ്. ഓക്കെ, OB-യാണ് ഒരു ഡിമാൻഡ്. ഓക്കെ, ഈ ഡിമാൻഡ് മാർക്കറ്റ് ലോവർ ടൈം ഫ്രെയിമിൽ റിയാക്ഷൻ കൊടുത്ത് കാണാൻ പറ്റും. അതായത് ജസ്റ്റ് ഇവിടുന്ന് റിയാക്ഷൻ തന്നു, ഈ ഒരു ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, ഇത് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആയി. അങ്ങനെ ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരു OB ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, കാരണം ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ഓപ്പോസിറ്റുള്ള ക്യാൻഡിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇത് ഫോമായി താഴെ പോയത്. ഓക്കെ, സോ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബയ്യേഴ്സും സെല്ലേഴ്സും നല്ല രീതിക്ക് തന്നെ ആക്റ്റീവായിരുന്നു. അതായത് ഒരു ഫൈറ്റ് എന്ന് പറയാം. ഓക്കെ, ബയ്യേഴ്സും സെല്ലേഴ്സും ആക്റ്റീവായി. അവസാനം ഇവിടെ ബയ്യർ ഫെയിലായി, സെല്ലേഴ്സ് വിന്നായിട്ട് മാർക്കറ്റ് താഴെ പോയി. ഓക്കെ, ഇനിയൊരു ഏരിയ വരുമ്പം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു സെല്ല്
ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ ഇപ്പോൾ 1 hour ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് 50 മിനിറ്റിലേക്കോ 30 മിനിറ്റിലേക്കോ ആക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ അത് ലോ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എക്സൈറ്റ് ആയിട്ട് ഒരു 50 മിനിറ്റ് ലോബി ഇല്ല, പക്ഷേ 1 hour ലോബി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ വരുമ്പോൾ നമുക്ക് ഒരു സെല്ല് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിനുള്ളിൽ വരുമ്പോൾ നമുക്ക് ഒരു സെല്ല് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യേണ്ടത്, ഇനി അടുത്ത് നിങ്ങൾ നോക്കണ്ടേ മൺഡേ നിങ്ങൾ നോക്കേണ്ട മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പം, അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പം ഇവിടെ നിന്നൊരു സെല്ല്. ഓക്കെ, സോ ഇവിടെ നിന്ന് സെല്ല് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്യണം എവിടെ വേണം ടാർഗറ്റ് വെക്കണം എന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് 50 മിനിറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ഇത് കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി. ഓക്കെ, ഇത് ഫുൾ ഓഫ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ ലിക്വിഡിറ്റി ഫുൾ മാർക്കറ്റ് എടുത്തിട്ടില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഈ ഒരു ലോ ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാം. പകരം നിങ്ങൾക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ കുറച്ച് മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ കളക്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് എന്ത് മുകളിലേക്ക് മൂവായി, റീസെൻറ്റ് ഹൈ ഇവിടെ ബ്രേക്കായി. ഓക്കെ, നമുക്കിത് BOS എന്ന് പറയും, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, SMCയിലും ICIയിലൊക്കെ BOS എന്നാണ് പറയുക. സോ അത് ബ്രേക്കായി. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെയൊക്കെ OB ഉണ്ട്, ഇതും കാണാൻ പറ്റും, ഇവിടെയൊക്കെ ഓർഡർ ബ്ലോക്ക്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു ബൈ സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് ലിക്വിഡിറ്റി ഇല്ല. ഓക്കെ, ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു ഓർഡർ ബ്ലോക്കും വർക്കാവില്ല. സോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക ഒരു ലിക്വിഡിറ്റി പോയിൻ്റ് ഉണ്ട്. ഇത് നമുക്ക് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. പക്ഷേ ഇതൊന്നും അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ല. ഓക്കെ, ഇതൊക്കെ മാർക്കറ്റിൽ വലിയ ലിക്വിഡിറ്റി ആയിട്ട് ഇല്ല. അതായത് ഇപ്പോൾ ഇത് എടുത്താൽ പോലും ഇവിടെ റിയാക്ഷൻ കിട്ടാൻ ചാൻസ് കുറവ്, താഴേക്ക് തന്നെ പോകാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു മാർക്കറ്റ് നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് ഇവിടെ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുവരെ എൻ്റർ എടുക്കണ്ട, ഇവിടെ വരെ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സെൽ സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. ഓക്കെ, സെൽ സെറ്റപ്പിൽ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം പല സെറ്റപ്പ് ഉണ്ട്. ഇപ്പം മാർക്കറ്റ് ടാപ്പായി അതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റീസെൻറ്റ് ലോ ഉണ്ടാവുമല്ലോ, ആ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിൽ ഒരു ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, അത് എടുക്കുക, എന്നിട്ട് സെല്ല് ചെയ്യുക. ഓക്കെ, സോ അതൊരു ഓപ്ഷൻ. സെല്ല് ചെയ്ത് ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ നമ്മളിത് പറഞ്ഞത് ലിക്വിഡിറ്റിയാണ്, ഈ ഒരു ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് ബൈ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതും ഫുൾ ഓഫ് ലിക്വിഡിറ്റി തന്നെയാണ് കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഫുൾ ലിക്വിഡിറ്റി, ഇതും ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ നമ്മളിതൊക്കെ ഒരു 1 hour എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 hourൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഡിമാൻഡ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും, ഇത് ഡിമാൻഡാണ്. സോ ഒരു OB. ഓക്കെ, ഒരു പ്രോപ്പർ ഡിമാൻഡാണ്. സോ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ സെറ്റപ്പ് എന്ത് ചെയ്യാം. അതായത് ഇവിടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ബൈ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ നോക്കാം. ഓക്കെ, ടാർഗറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹൈ ആയിരിക്കും ടാർഗറ്റ്, റീസെൻറ്റ് ഓൾ ടൈം ഹൈ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, അത് മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ടൈം എടുത്തിട്ടൊക്കെ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടാർഗറ്റ് വരിക മുകളിൽ ടോപ്പിൽ ഇവിടെ ആയിരിക്കും ടാർഗറ്റ് വരിക. ഓക്കെ, സോ ഇത്രയും ടാർഗറ്റ് വരും. നിങ്ങൾ ഡയറക്റ്റ് എടുക്കണം, ഞാൻ പറഞ്ഞ പോലെ കൺഫർമേഷൻ നോക്കി എടുത്താൽ മതി. അപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം, അല്ലെങ്കിൽ ഒരു സെല്ല് നോക്കാം എന്നിട്ട് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത് ലിക്വിഡിറ്റി ആണെന്ന് മനസ്സിലായി. സോ ഇത് ലിക്വിഡിറ്റിയാണ്. ഇനി നമുക്ക് ഇതും ലിക്വിഡിറ്റി. ഓക്കെ, സോ ഇത് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നിങ്ങളോട് സെല്ല് അടിക്കുകയാണെങ്കിൽ ഈ ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് എടുക്കും. അതായത് ഇവിടുന്ന് ഇപ്പോൾ ഒരു സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് എടുക്കും. ഓക്കെ, കംപ്ലീറ്റ്ലി എടുത്തിട്ടേക്കും താഴേക്ക് വരിക. താഴേക്ക് വരുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിമാൻഡിൽ നിന്ന് ബൈ ആവാനാണ്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഒരു എക്സ്ട്രീം ഡിമാൻഡ് എവിടേക്കുള്ള നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോ ഇത് 30 മിനിറ്റിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ പറഞ്ഞു ഇതൊരു ഹൈ ആണ്, ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇത് നമുക്ക് BOS എന്ന് പറയാം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ അത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ലിക്വിഡിറ്റി ഈ ഒരു ഹൈൻ്റെ ലോ എന്ന് പറയുന്നത് ഇതാണ് ലിക്വിഡിറ്റി. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കണം, കൺഫേം ആയിട്ട് എടുക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എടുത്ത് മാർക്കറ്റ് ഇപ്പോൾ ഇനി ബൈ ആവണമെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഓക്കെ, മാർക്കറ്റ് കാണിക്കാം, ഇതൊരു ഡിമാൻഡാണ്, അത്യാവശ്യം നല്ലൊരു ഡിമാൻഡാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് റിയാക്ഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും താഴെ വരികയാണ്, വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് സെല്ലായി മാർക്കറ്റ് താഴെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് ബൈ എക്സ്പെക്ട് ചെയ്തിട്ട് ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഓൾ ടൈം ബൈയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരു ബൈ സെറ്റപ്പ്, ഈ ഏരിയയിൽ നിങ്ങൾക്ക് ബൈ നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഏകദേശം പൊസിഷൻ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റും ഒരു $4,095. ഓക്കെ, ഈ ഒരു പ്രൈസിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, ഇവിടെ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതൊരു ഡിമാൻഡ്. നമുക്ക് താഴെ വരണം. അപ്പോൾ ഇവിടെ നിന്ന് ഡിമാൻഡ് ഇല്ല, ഇതൊക്കെ ലിക്വിഡിറ്റിയാണ്, ഇത് ഫുൾ ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, ഇതൊക്കെ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ്. ഓക്കെ, സോ അടുത്ത എക്സ്ട്രീം ബൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഓക്കെ, സോ ഇതൊരു ഏരിയയാണ്, ഇവിടുന്ന് ബൈ നോക്കാം. ഓക്കെ, സോ 2 ബൈ ഓപ്ഷൻ ഇപ്പോൾ പറഞ്ഞു. ഈ 2 ബൈ ഓപ്ഷൻ നമുക്ക് 30 മിനിറ്റിൽ തന്നെ അല്ല 1 hourൽ വരുന്ന ബൈ ഓർഡേഴ്സാണ്. ഓക്കെ, ബൈ ഡിമാൻഡ് ഏരിയയാണ്, അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഏരിയയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ
മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയാലും എന്ത് മൂവ്മെൻറ്റാണ് മാർക്കറ്റ് കാണിക്കുന്നതെന്ന് അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇവിടെ ഒരു ബൈ ഓർഡർ ബ്ലോക്ക് ഇല്ലേ, ഇവിടുന്ന് ബൈ ചെയ്തുകൂടെയെന്ന്. സോ ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല ഓൾ ടൈം ബൈ വരെ പോകാനുള്ള ഫ്യൂൽ മാർക്കറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ പെൻഡിങ് ഓർഡേഴ്സ് എടുക്കാൻ താഴെ വരേണ്ടതാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വന്നാൽ പോലും ഇങ്ങനെ വന്നിട്ട് ഒരു റിയാക്ഷൻ കൊടുത്ത് മേ ബി മാർക്കറ്റ് വീണ്ടും ഈ ഒരു ഏരിയ വന്നിട്ട് ഇവിടുന്ന് പിന്നെ താഴേക്ക് തന്നെ പോകാം. ഓക്കെ, സോ നമുക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവണമെങ്കിൽ കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി മാർക്കറ്റ് താഴെ വരാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. ഒന്നുകിൽ ഈ ഒരു ഏരിയ വരണം, അല്ലെങ്കിൽ താഴെ കാണുന്ന എക്സ്ട്രീം ഏരിയ വരണം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പം ഈ ഒരു ഏരിയ, അതായത് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴെ വന്നു, ഈ ഒരു ഏരിയ വർക്കായില്ല, അതായത് ഈ ഒരു ഏരിയ റിയാക്ഷൻ കൊടുത്തു ബ്രേക്കായി. അങ്ങനെ ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം, ഈ റിയാക്ഷൻ തന്ന ഏരിയ ഇല്ലേ, അതായത് ഇപ്പോൾ ഇങ്ങനെ വന്നു, ഇവിടെ റിയാക്ഷൻ തന്നു, ഇവിടെ നമുക്ക് സെൽ ഓപ്ഷൻ നോക്കിയിട്ട് ഇവിടുന്ന് സെല് ചെയ്യാം, എവിടെ വരെ ഈ ഒരു ഡിമാൻഡ് വരെ സെല് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് XMC അല്ല ICTയിൽ ചെറിയ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നിലവിലെ ഗോൾഡിൻ്റെ കറൻറ്റ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു സെല്ല് കിട്ടും, ഇവിടെ സെല്ല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുക ടോപ്പിൽ. ഓക്കെ, സോ മുകളിൽ സെൽ ഓപ്ഷൻ കിട്ടും, അത് സെല്ല് ചെയ്യുക. ഇവിടെ ഈ ഡിമാൻഡ് വരെ സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, 4.95-92 വരെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ നോക്കാം. ബൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഒന്നെങ്കിൽ ഹോൾ ടൈം ഹൈ വരെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടാർഗറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യാം. പിന്നെ എക്സ്ട്രീമിൽ ഒരു ബൈ ഉണ്ടാവും, ആ ബൈ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടുന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ വരെ നമ്മളെ ഓൾ ടൈം ഹൈ വരെ ടാർഗറ്റ് വെക്കാം. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൻ്റെ നിലവിലെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിലവിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ നാളെ വീണ്ടും ഒരു വീഡിയോ മാർക്കറ്റ് അനാലിസിങ് വീഡിയോ ചെയ്യാം. ഓക്കെ, കാരണം മാർക്കറ്റ് ഇപ്പം ഓഫ് ആയതുകൊണ്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവണം, എന്നിട്ട് എവിടെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് അത് നോക്കി നമ്മളൊരു അപ്ഡേറ്റ് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൻ്റെ ഒരു പ്രീ മാർക്കറ്റ് അനലൈസിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലെന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ആണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിധത്തിലുള്ളൂ. ബൈ ഫ്രണ്ട്സ്.